ഈ ലോകത്തിൽ ഉയർച്ച പലവർക്കും പല രീതിയിലാണ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും വീട്ടിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടല്ല. ചിലവർ ജീവിതത്തിൻ്റെ പല കഠിനമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹുണ്ടായി കമ്പനിയുടെ ചരിത്രമാണ്. ഹുണ്ടായി കമ്പനിയുടെ ഉടമസ്ഥൻ്റെ പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നില്ല, വീട്ടിൽ സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്നില്ല, നിക്ഷേപകരുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു കർഷകൻ്റെ മകനായിരുന്നു. അദ്ദേഹം ഒരു മണ്ണുണ്ടാക്കിയ ഒരു വീട്ടിലായിരുന്നു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ചുങ് ജു യങ്. ഒരു തൊഴിലാളിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തു. പിന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മരത്തിൻ്റെ പട്ട കഴിച്ച് ജീവിച്ചു. കുറേ പ്രാവശ്യം തോറ്റു, പക്ഷേ ഒരിക്കലും പിന്മാറിയില്ല. 16-ാമത്തെ വയസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോയവനാണ്. വീട്ടിലെ ദാരിദ്ര്യം കാരണമാണ് ഓടിപ്പോയിട്ടുള്ളത്. 30-ാമത്തെ വയസ്സിൽ കൊറിയയുടെ ആദ്യത്തെ ഹൈവേ പണിഞ്ഞു. 60-ാമത്തെ വയസ്സിൽ കൊറിയയുടെ ആദ്യത്തെ കാർ അദ്ദേഹം ലോഞ്ച് ചെയ്തു. അതായിരുന്നു ഹുണ്ടായി. പലവരും അദ്ദേഹത്തിനെ പരിഹസിച്ചു. അങ്ങനെ ഹുണ്ടായി അമേരിക്കയിലേക്ക് അവസാനം പ്രവേശിച്ചു. അങ്ങനെ ആ കാറിന് 10 വർഷം വാറണ്ടിയാണ് കൊടുത്തത്. അമേരിക്കക്കാർ അദ്ദേഹത്തിനെ പരിഹസിച്ചു. പക്ഷേ പിന്നീട് അത് വിപണി കീഴടക്കി. വട്ടപൂജ്യത്തിൽ നിന്ന് ദശലക്ഷം കോടി വിറ്റ് വരെയുള്ള ഒരു കമ്പനിയായിട്ട് ചുങ് ഹുണ്ടായി കമ്പനിയെ പടുത്ത് ഉയർത്തി. അത് ഒരു മാതൃകയാണ്. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒരു പ്രതിഫലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഠിനമായി അധ്വാനിക്കാതെ, സ്വപ്നങ്ങളില്ലാതെ, ഒന്നിനും ശ്രമിക്കാത്തൊരാൾക്ക് അതൊരിക്കലും നേടിയെടുക്കാൻ സാധ്യമല്ല. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ എന്നും ദാരിദ്ര്യം മാത്രമായിരിക്കും. പക്ഷേ അദ്ദേഹം അങ്ങനെ ഇരുന്നില്ല. അദ്ദേഹം വ്യത്യസ്തമായി ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ചങ് ഇന്ന് ഹുണ്ടായി കമ്പനിയെ ലോകോത്തര നിലവാരമുള്ള ഒരു കാർ കമ്പനിയായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹുണ്ടായി കാറുകൾ ഓടുന്നുണ്ട്. ഹുണ്ടായിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളാണ് ക്രേത്ത. ക്രേത്ത മാത്രമല്ല, ഒരുപാട് വേരിയൻസ് ഹുണ്ടായി കമ്പനി ഇന്ത്യയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള കാറുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും ആണ് ഹുണ്ടായി കമ്പനിക്ക് ഉള്ളത്. ഒരു ലോകോത്തര നിലവാരമുണ്ട്. കൊറിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണ്. ഹുണ്ടായി ഇയോൺ, അതുപോലെ ഹുണ്ടായിയുടെ വ്യത്യസ്തമായിട്ടുള്ള പല വേർഷൻസ് മറ്റുള്ള കാറുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അത് സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ താങ്ങുന്ന കാറുകളാണ്. അതാണ് ഹുണ്ടായി കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത.